Welcome guys. ഇന്ന് നമ്മൾ Sketchware യൂസ് ചെയ്തിട്ട് ഒരു ടൈലർ ആപ്പ് ഉണ്ടാക്കുകയാണ്. അതിന്റെ മുഴുവൻ ലോജിക്കും ഞാൻ പറഞ്ഞു തരുന്നതാണ്, ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സോ നമുക്ക് അതിന് ആവശ്യമായ കോമ്പോണന്റ്സ് നമ്മൾ 13 ബട്ടൺസ് ആദ്യം പ്ലേസ് ചെയ്യേണ്ടതുണ്ട്. അത് നമുക്ക് നമ്പേഴ്സിനും ഒരു കോൾ എന്ന ബട്ടണും. ഈ നമ്പേഴ്സിനെല്ലാം ഞാൻ N1, N2, N3, N4 അങ്ങനെയാണ് പേര് ചെയ്തിട്ടുള്ളത്. ശേഷം കോളിന് കോൾ എന്നും പിന്നെ നമുക്കൊരു ടെക്സ്റ്റ് വ്യൂ ആണ് ആവശ്യമുള്ളത്. ഈ ടെക്സ്റ്റ് വ്യൂ ഞാൻ ഡിസ്പ്ലേ എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നാൽ നമ്മുടെ ടെക്സ്റ്റ് വ്യൂവിൽ യാതൊരു ടെക്സ്റ്റും ഉണ്ടാവാൻ പാടില്ല. അതിൽ ഓൾറെഡി ഒരു ഡിഫോൾട്ടായിട്ട് ടെക്സ്റ്റ് വ്യൂ എന്നൊരു ടെക്സ്റ്റ് ഉണ്ടാവും. അത് നമ്മൾ റിമൂവ് ചെയ്യണം, ബ്ലാങ്ക് ആക്കിയിടണം. ആ ബ്ലാങ്ക് ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കളർ കൊടുത്തത്. സോ ബ്ലാങ്ക് ആയ ഒരു ടെക്സ്റ്റ് വ്യൂ ആവശ്യമുണ്ട്. സോ നമുക്ക് അതിൻ്റെ ലോജിക്കിലേക്ക് കിടക്കാം. നമ്മൾ N1 എന്ന ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇത് ടെക്സ്റ്റ് വ്യൂവിൽ 1 എന്ന ടെക്സ്റ്റ് വരേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്ക് സെറ്റ് ടെക്സ്റ്റും ഗെറ്റ് ടെക്സ്റ്റ് എന്ന രണ്ട് ബ്ലോക്കുകൾ ആവശ്യമുണ്ട്. ശേഷം ഒരു ജോയിൻ ബ്ലോക്കും ആവശ്യമുണ്ട്. സോ എന്താണ് നമ്മുടെ ലോജിക്ക് എന്ന് നമുക്ക് കാണാം. നമ്മളൊരു N1 എന്ന ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഈ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്ന ഡിസ്പ്ലേയിൽ ടെക്സ്റ്റ് വ്യൂവിലേക്ക് ഇതിൽ ഓൾറെഡി ആ ഡിസ്പ്ലേയിലുള്ള ഓൾറെഡി ഉള്ള നമ്പറും പ്ലസ് നമ്മളിപ്പോൾ പ്രസ് ചെയ്ത കീ, ഞാൻ 1 ആണ് ഈ സെലക്ട് ചെയ്തിരിക്കുന്നത്, അപ്പോൾ 1. ഇനി 2 ആണെങ്കിൽ ഇവിടെ +2, 3 ആണെങ്കിൽ 3, ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ 3 ഈ നമ്പർ മാത്രം മാറ്റി കൊടുത്താൽ മതി. ഇതിവിടെ ഈ ലോജിക്ക് നമ്മൾ കോപ്പി ചെയ്തിട്ട് എല്ലാ നമ്പറുകൾക്കും എല്ലാ ബട്ടൺസിനും നമ്മൾ പേസ്റ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അതെല്ലാം ചെയ്യുക. ശേഷം അവസാനമായിട്ട് നമ്മൾ കോൾ എന്ന ബട്ടണിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊരു ഇൻഡൻറ്റ് ആവശ്യമുണ്ട്. സോ നമുക്ക് ആദ്യമായിട്ട് ഒരു ഇൻഡൻറ്റിനെ ആഡ് ചെയ്യണം. സോ ഞാൻ I എന്നൊരു ഇൻഡൻറ്റ് ആഡ് ചെയ്യുന്നു. ശേഷം ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് വ്യൂവിലുള്ള നമ്പറിലേക്ക് കോൾ ചെയ്യുകയാണ് വേണ്ടത്. സോ നമ്മൾ സെറ്റ് ആക്ഷൻ, സെറ്റ് ഡാറ്റ, വ്യൂവിൽ പോയിട്ട് നമുക്കൊരു ഗെറ്റ് ടെക്സ്റ്റ്, കാരണം നമുക്ക് ടെക്സ്റ്റ് വ്യൂവിലുള്ള ടെക്സ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു ഗെറ്റ് ടെക്സ്റ്റും ഒരു ജോയിൻ ബ്ലോക്കും. ഈ ജോയിൻ ബ്ലോക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോളിലുള്ള ഡാറ്റ TEL കോളൻ നമ്പറാണ് ആവശ്യം. സോ TEL കോളൻ നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടെക്സ്റ്റ് വ്യൂവിൽ നമ്പർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമുക്ക് ആ TEL കോളൻ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജോയിൻ ബ്ലോക്ക് ഉപയോഗിക്കുന്നത്. സോ നമുക്ക് തുടങ്ങാം. നമ്മളെ ഇൻറ്റൻറ്റ് നമുക്ക് ഡാറ്റ കോളായിട്ട് സെറ്റ് ചെയ്യണം, ആക്ഷൻ കോൾ. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഡാറ്റ നമുക്ക് ജോയിൻ ബ്ലോക്കിലൂടെ പ്ലേസ് ചെയ്യാം. സോറി, ഓക്കെ. ഓക്കെ, ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നു. ശേഷം ആ ഇൻറ്റൻറ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, വളരെ സിമ്പിളായ ലോജിക്കാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ടെക്സ്റ്റ് വ്യൂ ആദ്യം പ്ലേസ് ചെയ്യുമ്പോൾ അതിലെ കണ്ടൻറ്റ് എല്ലാം റിമൂവ് ചെയ്യണം. സോ നമുക്ക് നമ്മൾ കിട്ടിയ നമ്പറിലേക്ക് TEL അതിൻ്റെ മുന്നേ ആഡ് ചെയ്തിട്ട് ഈ ഇൻറ്റൻറ്റ് കോൾ ചെയ്തോളും. വളരെ സിമ്പിളായ ലോജിക്കാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. ഞാൻ റൺ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് കോൾ ചെയ്യാൻ സാധിക്കില്ല, കാരണം ഞാൻ കോൾ ചെയ്താൽ എൻ്റെ ഈ സ്ക്രീൻ റെക്കോർഡർ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. സോ അത് റെക്കോർഡാവില്ല. സോ ഞാൻ നമ്പർ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് എല്ലാ നമ്പറും വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ കോൾ ബട്ടൺ പ്രസ് ചെയ്താൽ എൻ്റെ ഈ സ്ക്രീൻ റെക്കോർഡർ ഓഫ് ആവുന്നതുകൊണ്ട് ഞാനിത് കോൾ ചെയ്ത് കാണിക്കുന്നില്ല. ഇത് വർക്കിംഗ് ട്രിക്കാണ്, നിങ്ങൾ ട്രൈ ചെയ്യുക. മറ്റൊരു എപ്പിസോഡ് വരെ എല്ലാവർക്കും നന്ദി. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടേക്കുക. താങ്ക് യു.